നവതിയുടെ നിറവിലാണ് മലയാളത്തിന്റെ മഹാകവി പത്മശ്രീ പി നാരായണക്കുറുപ്പ്. തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ നടന്ന നവതി ആഘോഷങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. തപസ്യ കലാ സാഹിത്യവേദിയാണ് നവതി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. അരനൂറ്റാണ്ടിലേറെ നീണ്ട സാഹിത്യ സഭയിലൂടെ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് അനന്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളത്തിന്റെ മഹാകവിയുടെ നവതി ആഘോഷം പ്രൗഢഗംഭീരമായിരുന്നു. തപസ്യ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സംസ്കൃതി ഭവനിലായിരുന്നു നവതി സമാദരണ സമ്മേളനം സംഘടിപ്പിച്ചത്. മുതിർന്ന RSS പ്രചാരകൻ എസ് സേതുമാധവൻ നവതി ആശംസകൾ പങ്കുവച്ചു. അദ്ദേഹമായിട്ട് അടുത്ത സമയത്ത് നമ്മുടെ സംസ്കാര പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ജ്ഞാനം, ഓരോ പ്രശ്നത്തെക്കുറിച്ചും തെളിവാർന്ന കാഴ്ചപ്പാട്, അത്യന്തം ലളിതമായ ജീവിതം, അതിശയിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി, ഇതെല്ലാം കണ്ട സമയത്ത്, അനുഭവിച്ച സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, കുറച്ചും കൂടി കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് സംഘപ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാടിന് വളരെ കൂടുതൽ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കുമായിരുന്നു. എഴുത്തുകാരൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം സാഹിത്യ സബരിയ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പ്രസക്തി, ആ പ്രസക്തി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് ലോകത്തോട് സൂചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. തുടർന്ന് മഹാകവിയുടെ മറുപടി പ്രസംഗം. ഒരു എഴുത്തുകാരന്റെ ആദരവിന് വേണ്ടി ആ നാട്ടിലെ എഴുത്തുകാരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്, വലിയ നേട്ടമാണ്. ആ നാടിൻ്റെ തന്നെ വലിയ സൗഭാഗ്യമാണ്. അത്രയൊരു സൗഭാഗ്യത്തിന് പാത്രമാകുന്നതിന് ഈ സഹതയും അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ വളരെയധികം ഭാഗ്യമായ കൂട്ടത്തിലാണ്. എല്ലാവരും നമസ്കാരവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ജനം, തിരുവനന്തപുരം.